നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യയുടെ തിരിച്ചടി ചിന്തിച്ചതിനും അപ്പുറമായിരുന്നുവെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് പാക് പ്രധാനമന്ത്രി. ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടിരുന്നു എന്നും എന്നാൽ അതിനു മുമ്പ് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നുവെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തുറന്നു പറയുന്നു. പുലർച്ചെ 4:30 പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താനായിരുന്നു തീരുമാനം. പക്ഷേ മെയ് 9-നും 10-നും ഇടയിൽ രാത്രിയിൽ തന്നെ ഇന്ത്യ ആക്രമണം നടത്തിയതിനാൽ ആ പദ്ധതി നടപ്പിലായില്ല. റാവൽപിണ്ടി ഉൾപ്പെടെ പാകിസ്ഥാനിലെ ഒട്ടേറെ പ്രവിശ്യകളിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആക്രമണം ഉണ്ടായതായി ഷഹബാസ് ഷെരീഫ് കൂട്ടിച്ചേർത്തു. അതേസമയം സംഘർഷം അവസാനിച്ചിട്ട് ആഴ്ചകൾ പിന്നിടുമ്പോൾ അതിർത്തി സംസ്ഥാനങ്ങളിൽ വീണ്ടും മോക്ക് ഡ്രിൽ നടത്തുന്നു. 5 സംസ്ഥാനങ്ങളിൽ വീണ്ടും മോക്ക് ഡ്രിൽ നടത്തുമ്പോൾ വ്യക്തമാണ് പാകിസ്ഥാനെ ഇന്ത്യ ഒരു തരത്തിലും വിശ്വാസത്തിലെടുക്കുന്നില്ല എന്ന്. അതിനിടെ പ്രധാന പ്രതിരോധ സംഭരണ പദ്ധതികളിലെ കാലതാമസത്തിൽ ഇന്ത്യൻ വ്യോമസേനാ മേധാവി മാർഷൽ അമർപ്രീതം സിംഗ് ആശങ്ക പ്രകടിപ്പിച്ചു. കരാറുകൾ ഒപ്പുവെക്കുമ്പോൾ തന്നെ ആ പദ്ധതികൾ കൈവരിക്കാനാകില്ല എന്ന് അറിയാമെങ്കിലും കരാറിൽ ഒപ്പിടുന്നു എന്നായിരുന്നു വ്യോമസേനാ മേധാവിയുടെ പരാമർശം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്ത കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി വാർഷിക ബിസിനസ് ഉച്ചകോടിയിലായിരുന്നു മേധാവിയുടെ ഈ വിമർശനം. ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ പാക് ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിച്ചു. കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് ജോലിക്കായുള്ള നിയമനക്കത്ത് കൈമാറി. വിമാനവാഹിനി യുദ്ധക്കപ്പൽ INS വിക്രാന്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സന്ദർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ നാവിക ഉദ്യോഗസ്ഥരെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. തിരിച്ചടി ചിന്തിച്ചതിനും അപ്പുറമോ എന്നാണ് സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP നേതാവും മുൻ സൈനികനുമായിട്ടുള്ള കേണൽ S. ഡിന്നി, ബ്രിഗേഡിയർ വേണു നായർ, ശ്രീ രഘുനാഥ് നായർ റിട്ടയർഡ് IAF ഓഫീസർ, ശ്രീ സേനാപതി വേണു കോൺഗ്രസ് നേതാവ് കൂടിയാണ് അദ്ദേഹം. ആദ്യം കേണൽ ഡിന്നി, നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ തുടർച്ചയായി അവരുടെ വിജയം ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അതിനിടയിലാണ് പാക് പ്രധാനമന്ത്രി ആവർത്തിക്കുന്നത് വലിയ ആക്രമണം ആണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നും അത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചിരിക്കുന്നു എന്നുമുള്ളത്. ഇപ്പോഴിതാ അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നു ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു. പക്ഷേ അവർ മനസ്സിൽ കാണുന്നതിന് മുമ്പേ ഇന്ത്യ മാനത്ത് കണ്ടു എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. അത് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഈ പാകിസ്ഥാന്റെ അവകാശവാദങ്ങളും നുണപ്രചാരണങ്ങളും അവർ തന്നെ പൊളിക്കുകയാണോ? ശ്രീ അഭിലാഷ്, നോക്കൂ, സത്യത്തിന് നമ്മൾ എത്ര മറച്ചുവെക്കാൻ ശ്രമിച്ചാലും സത്യം അത് പുറത്തു വരും. അത് പല രീതിയിൽ വരും, പല ഭാവത്തിൽ വരും, പല സമയത്തും വരും. അപ്പൊ അതിന്റെ ഒരു ഏറ്റവും ഒരു ലേറ്റസ്റ്റ് ഉദാഹരണമാണ് പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫിന്റെ വായിൽ നിന്ന് തന്നെ ഭാരതത്തിന് എന്താണ് ചെയ്തത്, അതായത് ബ്രഹ്മോസ് വരെ ഫയർ ചെയ്തതെന്ന് ഷഹബാസ് ഷെരീഫ് തന്നെ പറയുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ അതിന്റെ വേണ്ടുള്ള രീതിയിൽ നമ്മൾ തന്നെ സൈനികമായിട്ടുള്ള DGMO ലെവലിലെ ഓഫീസേഴ്സ് വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ തെളിവ് സഹിതം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പാകിസ്ഥാൻ അവരുടെ ഈ ഒരു തിരിച്ചടി അവർക്ക് എങ്ങനെയെങ്കിലും ഈ നാണക്കേടിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രവും ഫ്രം ഡേ 1 ആദ്യത്തെ ദിവസം തൊട്ടേ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാണ് അവരൊരു ഡിസ്ഇൻഫോർമേഷനും മിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ അവരെപ്പോഴും ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യം അവർ തുടക്കം മുതലേ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്ത് പറ്റുന്ന വെച്ചാൽ പലപ്പോഴും ഈ സത്യം അവരറിയാതെ തന്നെ, ഇതും ഷഹബാസ് ഷെരീഫ് പറയണോന്ന് വിചാരിച്ച് പറഞ്ഞതല്ല, പക്ഷെ അവർ അറിയാതെ തന്നെ പുറത്തു വന്നതാണ്. ഇതിനു മുമ്പ് ഒരു ദിവസം ഷഹബാസ് ഷെരീഫ് തന്നെ പറഞ്ഞു, ഞാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് എന്നെ ജനറൽ അസീം മുനീർ വിളിച്ചു പറഞ്ഞു ഭാരതത്തിന്റെ എയർഫോഴ്സ് പല സ്ഥലത്തും സ്ട്രൈക്ക് ചെയ്തു, രാവൽപിണ്ടി സ്ട്രൈക്ക് ചെയ്തു എന്ന് അന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. അപ്പം ഈ സത്യത്തിന് മറച്ചു വെക്കാൻ സാധിക്കില്ല. അവരുടെ എയർബേസ് തകർത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് നമുക്ക് സാറ്റലൈറ്റ് ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. വിദേശത്ത് നിന്നുള്ള ഏജൻസീസ് അതിനെ കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മളെ സാറ്റലൈറ്റ്സ് കൺഫേം ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു കുറച്ചു നേരത്തേക്ക് ഒരു പുകമറ സൃഷ്ടിക്കാൻ ശ്രീ അഭിലാഷ് ഓരോ ദിവസവും അവരുടെ എത്രമാത്രം അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഓരോ ദിവസവും റിപ്പോർട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏത് തലത്തിലുള്ള എയർക്രാഫ്റ്റ് ആയിരുന്നു അവരുടെ ആ ഹാങ്ങറിനകത്തുള്ള
അത് പണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമുള്ള വാല്യൂ ഉള്ള അസറ്റ്സ് ഒക്കെയാണ് ഇപ്പോൾ ഓരോ ദിവസവും വരുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 1971 ഇതുവരെ അവർ തോറ്റിട്ടില്ല, ഒരിക്കലും അവർ തോക്കാത്തൊരു യുദ്ധമാണെന്ന് പറയുന്ന ഒരു രാജ്യം തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന്റെ പതുക്കെ പതുക്കെ അതിന്റെ സത്യങ്ങൾ പുറത്ത് അവരുടെ ഭാഗത്ത് തന്നെ വരും, അവരുടെ ആളുകൾ തന്നെ വരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നുള്ളത്. യെസ്, ശ്രീ സേനാപതി വേണു, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളുണ്ട്. അതിന്റെ ഭാഗമായി സർവകക്ഷി സംഘങ്ങളടക്കം ഇപ്പോഴും സന്ദർശനം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിൽ കോൺഗ്രസിന് ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. അത് രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതയാണ്, പ്രത്യേകിച്ച് ശശി തരൂരുമായി ബന്ധപ്പെട്ട. അപ്പോഴും ഇന്ത്യ നൽകിയ തിരിച്ചടിയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് പാകിസ്ഥാൻ തന്നെ മറുപടി നൽകുന്ന ഒരു സാഹചര്യം ചില കോണുകളിൽ നിന്നെങ്കിലും ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളുണ്ടല്ലോ. അതിന് പാകിസ്ഥാൻ കൂടുതൽ വ്യക്തത വരുത്തുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? തങ്ങൾ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ തിരിച്ചടി ആരംഭിച്ചിരുന്നു, അവിടെയാണ് തങ്ങൾക്ക് പിഴച്ചത് എന്ന് പാകിസ്ഥാൻ തന്നെ പറയുകയാണ്. അഭിലാഷ, ഇന്ത്യയുടെ തിരിച്ചടിയെക്കുറിച്ച് ഒരാൾക്കും സംശയമില്ലല്ലോ. ആ തിരിച്ചടി പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഇന്നോളം അവർക്ക് ലഭിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള തിരിച്ചടിയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ കാര്യത്തെക്കുറിച്ചൊന്നും തർക്കമില്ല. ഇവിടെ ശശി തരൂരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരൊറ്റ ഇഷ്യൂസ്, സർജിക്കൽ സ്ട്രൈക്ക് നരേന്ദ്രമോദി വന്നതിന് ശേഷം മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന. അത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പുസ്തകത്തിൽ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം തന്നെ തന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, സൈന്യത്തെ ഒരു കാരണവശാലും രാഷ്ട്രീയ നേട്ടങ്ങൾക്കോ രാഷ്ട്രീയ വിവാദങ്ങൾക്കോ ഉപയോഗിക്കരുത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അതല്ല, മറിച്ച് രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും നേതാക്കന്മാരും ഉൾപ്പെടുന്ന 7 സംഘങ്ങൾ ലോകത്തെ വിവിധ രാഷ്ട്രങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സഞ്ചരിച്ച് പാകിസ്ഥാൻ നടത്തി വരുന്ന ഭീകര പ്രവർത്തനത്തെ കുറിച്ച് വളരെ കൃത്യമായി ലോകത്തിന് മുമ്പിൽ നമ്മൾ വിവരണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനുള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ തർക്കങ്ങളോ അതൊന്നും അല്ല ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങൾ. ഇവിടെ സൈന്യം നടത്തിയിട്ടുള്ള തിരിച്ചടി, ആ തിരിച്ചടിയുടെ ശക്തി അത് പാകിസ്ഥാന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും ഇനി ഇന്ത്യക്ക് നേരെ കൈ ഉയർത്താനോ അല്ലെങ്കിൽ ആയുധം ഉയർത്താനോ കഴിയില്ല എന്നുള്ളൊരു നിലയിലേക്ക് പാകിസ്ഥാന് തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. നമ്മളിത് പറയുമ്പോഴും ഇന്ന് എയർ മാർഷൽ എയർ ചീഫ് മാർഷൽ AP സിംഗിന്റെ ഒരു പ്രസ്താവന, അത് നമ്മളെ ഭയപ്പെടുത്തി എന്നുള്ളതാണ്, ഒരു ഞെട്ടിക്കുന്നു എന്നുള്ളതാണ്. അത് മറ്റൊരർത്ഥത്തിലല്ല. ഇപ്പോഴും നമ്മുടെ സേനകൾക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകുന്നതിന്, അത്യന്താധുനികമായ ആയുധങ്ങൾ നൽകുന്നതിലുള്ള ഒരു കാലതാമസം, ആ കാലതാമസം ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഞാൻ AP സിംഗിന്റെ പ്രസ്താവനയെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട എയർ ചീഫാണ്, വായുസേനയുടെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം മറ്റ് വേദികളിലോ വിവാദങ്ങളിലോ അല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ഇരിക്കുന്ന ഒരു വേദിയിലാണ്. ഞാൻ 1 മിനിറ്റ് സമയം കൂടി എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 1996 ശേഷം നമ്മൾ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് നിർത്തിയ ഒരു കാലഘട്ടമായിരുന്നു. മറ്റൊന്നുമല്ല, ലോകം വളരെ നീണ്ട കാലത്തേക്ക് നമ്മൾ സമാധാനത്തിലേക്ക് പോകുന്നു, അതുകൊണ്ട് നമുക്കിനി യുദ്ധവിമാനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ പ്രതിരോധ ചെലവ് പടിപടിയായി കുറയ്ക്കാം എന്നുള്ള ഒരു നിലയിലേക്കാണ്. പക്ഷെ സൈന്യം ആവശ്യപ്പെട്ടു, അത് പറ്റത്തില്ല. അങ്ങനെ ആണ് റഫാലുമായിട്ടുള്ള ചർച്ച ആദ്യമായിട്ട് നടക്കുന്നത്. പ്രതിരോധ മന്ത്രിയായിരുന്നു AK ആന്റണിയുടെ കാലഘട്ടത്തിൽ ചർച്ച നടത്തുന്നത്. അന്നത്തെ ചർച്ചയിൽ ഞാൻ അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, അത് മറ്റു വിദഗ്ധർ ഈ കാര്യത്തിലെ ചർച്ചയിലേക്ക് വരും. 126 റഫാൽ വിമാനങ്ങൾ, അതായത് 7 സ്ക്വാഡ്രൺ, ഒരു സ്ക്വാഡ്രനകത്ത് 18 വിമാനങ്ങൾ ഉൾപ്പെടുന്ന 126 വിമാനങ്ങൾ. ആ 126ൽ 18 എണ്ണം നമ്മൾ നേരിട്ട് വാങ്ങുകയും ശേഷിക്കുന്ന 106 എണ്ണം അതിന് ടെക്നോളജി വാങ്ങി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇത് നിർമ്മിക്കാൻ കഴിയുന്ന പൊതുമേഖലാ സ്ഥാപനം വഴി നിർമ്മിക്കണം എന്നുള്ളതായിരുന്നു അന്നത്തെ കരാറ്. ഞാൻ മനസ്സിലാക്കുന്നത് 510.10 കോടിയായിരുന്നു ഒരു റഫേൽ വിമാനം. ആ രീതിയിൽ വാങ്ങുകയായിരുന്നെങ്കിൽ നമുക്ക് മുതൽ മുടക്കേണ്ടത്. പക്ഷേ ആ കരാറ് പിന്നീട് റദ്ദാകുകയും 36 വിമാനങ്ങൾ നേരിട്ട് വാങ്ങുകയും അതിന് 66,000 കോടി രൂപ ചെലവാകുകയും, ഞാനിപ്പോ ഇതിന്റെ ചെലവോ പർച്ചേസിങ്ങിനെ കുറിച്ചല്ല പറഞ്ഞത്, ഡിലേ ഉണ്ടാകുന്നു എന്ന് ബഹുമാന്യനായ എയർ ചീഫ് മാർഷൽ പറയുമ്പോൾ നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ കരയുദ്ധത്തിനോ അതല്ലെങ്കിൽ ഇൻഫൻട്രിക്കോ വലിയ പ്രസക്തിയില്ല. ഇപ്പൊ ഡിന്നി സാർ ഇവിടെ ഇരിക്കുന്നു, ഞങ്ങളൊക്കെ ഇൻഫൻട്രിയുടെ ഭാഗമായിട്ട് നിന്നവരാ. ഇനി തോക്കും പിടിച്ചുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല.
മിസൈൽ യുഗമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ നേവിയുടെയും, ഇപ്പം നേവി നമുക്കറിയാം ഏറ്റവും അടുത്ത കാലത്ത് INS അരിഹണ്ട് എന്ന് പറയുന്ന അന്തർവാഹിനിയാണ് നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പോരായ്മ, നമ്മുടെ ഒരു വെല്ലുവിളി എന്താ? ഗുജറാത്ത് മുതൽ റാൻ ഓഫ് കച്ച് മുതൽ നമ്മളിങ്ങനെ ചുറ്റി വന്നു കഴിഞ്ഞാൽ ബർമ്മ വരെ കിടക്കുന്ന വലിയ തീരദേശമുള്ള നമുക്ക് ഒരുപാട് യുദ്ധക്കപ്പലുകളും ഒരുപാട് അന്തർവാഹിനികളും ഒക്കെ ഇനിയും ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു സൂചനയാണ് അദ്ദേഹം നൽകിയത്. ഇത് കാലതാമസമില്ലാതെ ഇത് ഉണ്ടായെങ്കിൽ മാത്രമേ രാജ്യം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ നമുക്ക് അതിജീവിക്കാൻ കഴിയൂ. അത് അദ്ദേഹം പോസിറ്റീവായിട്ട് പറഞ്ഞതാണ്. അതിനെ രാജ്യത്തെ ഗവൺമെന്റ് ഉൾക്കൊള്ളും. പക്ഷേ 11 കൊല്ലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനോട് ഈ യുദ്ധവിമാനങ്ങൾ ലഭിക്കുന്നതിനുള്ള കാലാവധി, പ്രത്യേകിച്ച് തേജസ് വിമാനത്തെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. തേജസിന്റെ വിമാനങ്ങൾ അത് 2024 നവംബർ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലഭിക്കേണ്ടതാ. 24-25 പകുതിയായിട്ടും ഇത് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു പോസിറ്റീവായ കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ആ ചൂണ്ടിക്കാണിച്ചത് നമുക്ക് എല്ലാവർക്കും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചാവുമ്പോൾ അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഒന്നാം ഫേസിൽ സൂചിപ്പിക്കാൻ. തീർച്ചയായും ശ്രീ രഘുനാഥ് നായർ, ഒരു ഭാഗത്ത് ഇന്ത്യ ആ തിരിച്ചടി സംബന്ധിച്ച് ഇന്ത്യ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ വിവിധ സേനാ മേധാവികളടക്കം അല്ലെങ്കിൽ സേനാ വക്താക്കളടക്കം എങ്ങനെയായിരുന്നു നമ്മൾ തിരിച്ചടിച്ചത് എന്നത് വളരെ കൃത്യമായി വാർത്താ സമ്മേളനത്തിലടക്കം വ്യക്തമാക്കിയതാണ്. പാകിസ്ഥാൻ ആകട്ടെ പല ഘട്ടങ്ങളിലായി ഇപ്പോൾ ആ തിരിച്ചടിയുടെ പ്രഹരം കൂടുതൽ വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ത്യ പാകിസ്ഥാന്റെ ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമ്പോൾ അതിനുള്ള മറുപടി എന്ന നിലയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നാണ് പാകിസ്ഥാന് നേരെ ആക്രമണം ഉണ്ടായത് എന്ന് ബോധിപ്പിക്കുന്നതിനോ ഒക്കെ ആകാം ഇത്തരം പ്രതികരണങ്ങൾ. അപ്പോഴും ഇന്ത്യക്കകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇവിടെ ഇപ്പോൾ മാർഷൽ AP സിംഗിൻ്റെ പ്രതികരണം, അത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ പങ്കെടുത്തൊരു വേദിയിൽ തന്നെയാണ് അദ്ദേഹം ഈ കാലതാമസത്തെ സംബന്ധിച്ച് പരാമർശം നടത്തിയത്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ നമ്മുടെ സേനാ വിഭാഗങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളുമ്പോൾ അതിലെ പോരായ്മകളും അതേ സേനാ വിഭാഗത്തിലെ മേധാവികൾ ചൂണ്ടിക്കാണിക്കുകയാണല്ലോ ശ്രീ രഘുനാഥ് നായർ. ശ്രീ അഭിലാഷ്, നമ്മൾ എയർ ചീഫ് മാർഷൽ AP സിംഗിന്റെ ആ ഒരു സ്പീച്ച് ഞാൻ മുഴുവനായിട്ട് കേട്ടതാണ്, നമ്മളെല്ലാവരും കേട്ടതാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതില് ശ്രീ സേനാപതി വേണു പറഞ്ഞതുപോലെ റഫാൽ വിമാനങ്ങളുടെ പർച്ചേസിനെ കുറിച്ചൊന്നും ഒരു അക്ഷരം അദ്ദേഹം മിണ്ടിയിട്ടില്ല. ആ സ്പീച്ച് മുഴുവൻ ഞാൻ കേട്ടതാണ്. ഓക്കെ, അപ്പം അതിൽ റഫാൽ വിമാനങ്ങളുടെ പർച്ചേസിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഒരുപാട് വഴിമാറിപ്പോവും. അദ്ദേഹത്തിന്റെ ധാരണ പൂർണ്ണമായിട്ടും അബദ്ധമാണ്. ശ്രീ സേനാപതി വേണുവിന്റെ ധാരണകൾ പൂർണ്ണമായിട്ടും അബദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട്, ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്ത മനുഷ്യനാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ധാരാളമായിട്ട് വർക്ക് ചെയ്ത് വിമാനങ്ങളെ കുറിച്ച് അസലായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇനി നമ്മുടെ എയർ ചീഫ് മാർഷൽ AP സിംഗ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് 100% സത്യമാണ്, സംശയമൊന്നുമില്ല. കാരണം അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊക്യൂർമെന്റ് ഡിലേ ഉണ്ട്, ക്രോണിക് ഡിലേ ഉണ്ടെന്ന് പറഞ്ഞത്. ഡിഫൻസ് പ്രൊജക്ടിൽ ക്രോണിക് ഡിലേസ് ഉണ്ടെന്ന് പറഞ്ഞത് ഒന്ന്. രണ്ടാമത്, ഈ സ്റ്റേറ്റ് റൺ മാനുഫാക്ചറിങ് സിസ്റ്റത്തില് ഞങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ PSUs മാനുഫാക്ചറിങ് സിസ്റ്റത്തിലുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേഷണൽ റെഡിനെസ്സിനെ ഇത് കോംപ്രമൈസ് ചെയ്തിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺട്രാക്ടിങ് എക്സിക്യൂഷനിലും ഒരുപാട് സിസ്റ്റമിക് ഇഷ്യൂസ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം ഇതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിന്റെ പങ്കാളിത്തം വളരെ ധാരാളമായിട്ട് ശക്തമായിട്ട് വേണം എന്നുള്ള ഒരു ആവശ്യവും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പല മാധ്യമങ്ങളിലും ചർച്ച ചെയ്ത് പോയെന്നുണ്ടെങ്കിൽ ആ സ്പീച്ചിൽ വളരെ തന്ത്രപ്രധാനമായ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്കൊന്ന് ആരും ചർച്ച ചെയ്തായിട്ട് ഞാൻ കേട്ടില്ല. അതായത് നമ്മൾ മെയ്ക്ക് ഇൻ ഇന്ത്യ മാത്രമല്ല, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മെയ്ക്ക് ഇൻ ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയിൽ ഡിസൈൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും വേണ്ടി കൂടി നമ്മൾ പരിശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിനോടനുബന്ധമായിട്ട് അതെങ്ങനെ നടക്കും എന്നുള്ളതും ശ്രീ AP സിംഗ് പറഞ്ഞിട്ടുണ്ട്. അതും ഇവിടെ ആരും ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. സമയമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് അതിലേക്ക് വരാം. അല്ല, ഈ താങ്കൾ ഇതിൽ എക്സ്പെർട്ട് ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം ഈ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണോ? അത് 2021 ഫെബ്രുവരിയിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ഒപ്പുവെച്ചത്. 48,000 കോടി രൂപയുടെ കരാറാണ്. അതിൽ ഈ തേജസ് MK-1 ഫൈറ്റർ അല്ലേ, അതാണ് അദ്ദേഹം ഉദാഹരണമായി അല്ലേ? അങ്ങനെയെങ്കിൽ അത് 83 വിമാനങ്ങൾ ഓർഡർ ചെയ്തുവെന്നും അതിലൊന്നുപോലും ഇപ്പോഴും വിതരണം ചെയ്തിട്ടുമില്ല എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊരു വലിയ കാലതാമസം തന്നെയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റുള്ള വിഷയങ്ങൾ ഇന്ന കാര്യങ്ങളും കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തേജസ്സിലേക്ക് തന്നെ വരികയാണ്.
തേജസിന്റെ പ്രൊജക്ട് നമ്മൾ ഈ വർഷങ്ങളായിട്ട് 40 വർഷമായിട്ട് ഈ പ്രൊജക്ട് ഓൺ ആണ്. തേജസിന്റെ ഡിലേ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ HALന്റെ കെടുകാര്യസ്ഥത എന്ന് പറയുന്നതിനോട് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ ഏതൊരു കോയിനും 2 വശമുണ്ട് എന്ന് പറയുന്നത് പോലെ HALന്റെ കെടുകാര്യസ്ഥത ഒരു വശത്തുണ്ടെങ്കിൽ മറ്റ് പല ഫാക്ടേഴ്സും ഈ ഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം 1990 മുതൽ ഇങ്ങോട്ട്, നമ്മളിപ്പോ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന 2021 1990 മുതൽ ഇങ്ങോട്ട് ഫണ്ടിങ് വളരെയധികം ഇൻകൺസിസ്റ്റന്റ് ആയിരുന്നു. ചിലപ്പോൾ കുറച്ച് പൈസ റിലീസ് ചെയ്യും, ചിലപ്പോൾ കുറച്ച് പൈസ റിലീസ് ചെയ്യും, പിന്നെ കുറച്ച് കുറവ് റിലീസ് ചെയ്യും, അത് കൊടുക്കില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫണ്ടിങ്ങിൽ അന്ന് മുതൽ തേജസിന്റെ പ്രൊജക്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ കാവേരി എഞ്ചിന്റെ പ്രൊജക്ട്, ഇതെല്ലാം ഫണ്ടിങ്ങിൽ കണ്ടമാന ഇൻകൺസിസ്റ്റൻസി ഉള്ളത് കൊണ്ട് സഫർ ചെയ്തിട്ടുണ്ട്. ഒരു റീസൺ, ഏതൊരു പ്രൊജക്റ്റും നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ബ്യൂറോക്രാറ്റിക് ഡിലേസ്. ഞാനത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇതിലൊരു ഉദാഹരണമായിട്ട് ഞാൻ സിയാച്ചിൻ ഗ്ലേഷ്യറിലെ ആ കൊടും തണുപ്പിൽ നമ്മുടെ സൈനികർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക്, അവർക്ക് നല്ല സ്നോയിലൂടെ ട്രാവൽ ചെയ്യാനുള്ള ബൈക്കുകളും നല്ല സ്നോയിലൂടെ വേണ്ട ക്ലോത്ത്സും ഒന്നും കൊടുക്കാഞ്ഞിട്ട് ശ്രീ ജോർജ് ഫെർണാണ്ടസ് ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അറിയുന്ന നമ്മുടെ ബ്യൂറോക്രാറ്റ്സ് ആണ് ഇത് തടഞ്ഞു വെക്കുന്നത്. -50°C നിൽക്കുന്നവര് ഒരു -16-18 ഡിഗ്രിയിൽ നിൽക്കുന്ന സൈനികർ ധരിക്കുന്ന കുപ്പായമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബ്യൂറോക്രാറ്റ്സിനെ ജോർജ് ഫെർണാണ്ടസ് സിയാച്ചിൻ ഗ്ലേഷ്യറിലേക്ക് ഒരാഴ്ചത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോഴാണ് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. അപ്പൊ ഈ ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പിസം എന്ന് പറയുന്ന ഇന്ത്യൻ മിലിറ്ററി ഏറ്റവും വലിയൊരു ശാപമായിട്ട് നമ്മുടെ മുമ്പിൽ ഇന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതും ഒരു കാരണമാണ് കാലാകാലങ്ങളായിട്ട്. ഫോർ എക്സാമ്പിൾ, ഈ തേജസ് വിമാനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ ഉണ്ടാക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഇന്ത്യയിലല്ല നിർമ്മിക്കുന്നത്. ഒരുപാട് കോമ്പണൻസ്, ഇപ്പൊ നമുക്കൊരു എഞ്ചിൻ തന്നെ അമേരിക്കയിൽ നിന്ന് വരണം, ഒരുപാട് കോമ്പണൻസ് വെളിയിൽ നിന്ന് വരണം. അപ്പൊ പല വെണ്ടേഴ്സുമായിട്ട് നമ്മൾ ഇതിനെ നെഗോഷിയേറ്റ് ചെയ്യും. ഒരേ കോമ്പണന്റ് നിർമ്മിക്കുന്ന ഒരുപാട് കമ്പനികൾ ലോകമെമ്പാടും ഉണ്ട്. അപ്പൊ അതില് ഈ പറഞ്ഞ ബ്യൂറോക്രാറ്റ്സ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സോ അല്ലെ HALO അപ്രൂവ് ചെയ്യുന്നത് കുറച്ച് ക്വാളിറ്റി കൂടിയ, നാച്ചുറലി കുറച്ച് വില കൂടിയ ഒരു കോമ്പണന്റ് ആയിരിക്കും. പക്ഷെ ബ്യൂറോക്രാറ്റ്സ് അതിന്റെ കോസ്റ്റ് വൈസ് മാത്രം നോക്കുമ്പോൾ അവർ അതിനെ തടയിടും. അപ്പൊ അങ്ങനെയുള്ള ഡിലേസ് ഒരുപാട് വരുന്നുണ്ട്. ഇനി ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും തെറ്റുണ്ട്. അതായത് ഡിസൈൻ ചേഞ്ചസ്, ഈ തേജസിന്റെ ഇനീഷ്യൽ ഡിസൈൻ സമർപ്പിച്ചു. ഇന്ത്യൻ എയർഫോഴ്സ് പറഞ്ഞു ഇന്ന കാരണങ്ങൾ ഇന്ന രീതിയിലുള്ള ഡിസൈൻ, ഞങ്ങൾക്ക് ഡിസൈനിലുള്ള വിമാനം വേണമെന്ന് പറഞ്ഞു. അവരതിന്റെ ബ്ലൂ പ്രിന്റ് സമർപ്പിച്ചു. അപ്പൊ ഇതിനൊക്കെ ഒരുപാട് കാലതാമസം വരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അല്ലല്ല ഇതും കൂടെ വേണം, അതും കൂടെ വേണം. ഈ കസ്റ്റമൈസേഷനിൽ ഒരുപാട് അങ്ങനെ ഇത് വരുമ്പോൾ ഇതിനകത്ത് വീണ്ടും ഡിലേ ആണ്, റീഡിസൈനിങ് തന്നെ വേണ്ടി വരും. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരു എയർ ഫ്രെയിമിനകത്ത് നിശ്ചിത വെയിറ്റും നിശ്ചിത അളവും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. അതിൽ വ്യത്യാസം വരികയാണെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ റീഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ സമയന്റെ എക്സാമ്പിൾസ് പിന്നെ ഞാൻ കോട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഡിസൈൻ ചേഞ്ചസ് ഇന്ത്യൻ എയർഫോഴ്സ് കണ്ടമാനം പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് പകരം അന്ന് ചെയ്യാവുന്ന ഒരു കാര്യം, ഇത് കാലാകാലങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ MiG-21 നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആദ്യം MiG-21 FL എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആയിരുന്നു നമ്മൾ വാങ്ങിയത്. പിന്നീട് MiG-21 MF വേരിയന്റ് വാങ്ങിച്ചു. പിന്നീട് MiG-21 BIS വേരിയന്റ് മേടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് MiG-21 ബൈസൺ വേരിയന്റ് നമ്മൾ മേടിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ മിറാഷ് ജഗ്വാറിന്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ജഗ്വാറിന്റെ ഡോറിൻ 1 വന്നിട്ടുണ്ട്, ഡോറിൻ 2 വന്നിട്ടുണ്ട്, ഡോറിൻ 3 വന്നിട്ടുണ്ട്. മിറാഷ് 2000 H വേർഷൻ വന്നിട്ടുണ്ട്, I വേർഷൻ വന്നിട്ടുണ്ട് അപ്ഗ്രേഡഡ് ആയിട്ട്. അപ്പൊ നമ്മുടെ ആവശ്യമനുസരിച്ച് ഒരു വിമാനം ഉണ്ടാക്കിയിട്ട് പിന്നീട് അതിന്റെ അപ്ഗ്രേഡഡ് വേർഷൻസ് വീണ്ടും ഇൻഡക്ട് ചെയ്യുന്നതായിരുന്നു ഒരു നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രശ്നം നമുക്ക് വരില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെ HALനെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ എഞ്ചിൻ സപ്ലൈയിലുള്ള ഈ F404 എഞ്ചിന്റെ ഡിലേയും, പിന്നെ HALന്റെ സ്വന്തമായിട്ടുള്ള ഒരു ലെഥാർജി ഉണ്ട്. അവർ കുറച്ച് മടിയന്മാരാണ്. കാരണം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്, ഞങ്ങളോട് ആരും ചോദിക്കാനില്ല എന്നുള്ള ഒരു ഇതുണ്ട്. ഇതെല്ലാം കൂടിയാണ് ഇതിന്റെ കാരണം. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കേണൻ ഡിന്നി, ഇവിടെ സേനാപതി വേണുവും അതോടൊപ്പം തന്നെ ശ്രീ രഘുനാഥ് നായരും സൂചിപ്പിച്ച കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഒരു ഭാഗത്ത് നമ്മുടെ ഭരണകൂടങ്ങൾ നമ്മുടെ സേനയെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ സേനാ വിഭാഗങ്ങൾ അഭിമാനകരമായ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. അതിന് കൂടുതൽ കരുത്തു നൽകുന്ന തരത്തിലാണ് പ്രധാനമന്ത്രിയാകട്ടെ, പ്രതിരോധ മന്ത്രിയാകട്ടെ, ആഭ്യന്തരമന്ത്രിയാകട്ടെ ഇപ്പോഴും നമ്മൾ ഈ ചർച്ച നടത്തുന്നതിന് തൊട്ടു മുമ്പും വാർത്തകളിൽ നിറയുന്നത് രാജ്നാഥ് സിംഗും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ സേനയെ എങ്ങനെ പിന്തുണയ്ക്കുന്നു, അവരോടൊപ്പം എങ്ങനെ പങ്കുവെക്കുന്നു എന്നതൊക്കെ തന്നെയാണ്. എന്ന് പറയുമ്പോഴും വ്യോമസേനാ മേധാവിയുടെ വിമർശനം അതിനെ ഉൾക്കൊള്ളേണ്ടതല്ലേ? ആ വിമർശനം ഏറെ പ്രസക്തവുമല്ലേ? തീർച്ചയായിട്ടും ശ്രീ അഭിലാഷ്, അതിനകത്ത് ഒരു സംശയമില്ല. എയർ ചീഫ് മാർഷൽ AP സിംഗ്
പറഞ്ഞത് പൂർണ്ണമായിട്ടും സത്യമായിട്ടുള്ള കാര്യമാണ്. ഇത് അദ്ദേഹം ആദ്യമായിട്ടല്ല പറയുന്നത്. അദ്ദേഹം ഇതിനു മുൻപും ഇതേ രീതിയിലുള്ള സംസാരിച്ചു. അദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്ത ഘട്ടത്തിൽ തന്നെ ഇത്തരം വിമർശനം ഉന്നയിച്ചിരുന്നു അല്ലെ? അതെ, അത് തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത് അദ്ദേഹം പറയുക തന്നെ വേണമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഇത് സാധാരണക്കാർ കുറച്ച് രഘു സാർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിന്റെ കൂടെ അല്ലാതെ നമ്മൾ ഇതിന്റെ ഒരു ടൈം ലൈൻ ഇത് അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ വ്യാപ്തി എത്രയാണ്, അല്ലെങ്കിൽ എയർ ചീഫ് മാർഷൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാവും. നോക്കൂ, ഈ ഒരു തേജസിന്റെ കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വേറെ ഒരു കാര്യമല്ല, തേജസ് തന്നെയാണ് കാരണം. തേജസിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം ഇന്ത്യൻ എയർഫോഴ്സിൽ 42 സ്ക്വാഡ്രൻസ് ആണ് അവർക്ക് വേണ്ടുള്ളത്. അതായത് ഒരു 2 ഫ്രണ്ട് ഓപ്പറേഷനിൽ വേണമെങ്കിൽ അത് 42 സ്ക്വാഡ്രൻസ് വേണം. അത് ഇന്നത്തെ അവസ്ഥയിൽ ഒരു 30-31 ഇടയ്ക്ക് മാത്രമേ സ്ക്വാഡ്രൻസ് ഉള്ളൂ. ഒരു സ്ക്വാഡ്രനിൽ 18 എയർക്രാഫ്റ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ ആ ഒരു കുറവ് അതെങ്ങനെയാണ് ഓരോ കാലങ്ങളിൽ വരുമ്പം പഴയ എയർക്രാഫ്റ്റ് നമ്മൾ അതിനെ ഡീകമ്മീഷൻ ചെയ്യും. അതിനെ നമ്മൾ അത് പിന്നെ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരു പരിധി വരെ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം പുതിയ എയർക്രാഫ്റ്റ് വരണം. പുതിയ എയർക്രാഫ്റ്റ് വരണമെങ്കിൽ അതിന് ഇന്ന് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്, നമുക്കൊരു പുതിയ എയർക്രാഫ്റ്റ് വേണമെങ്കിൽ അത് നമ്മൾ നേരിട്ട് പോയി വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ റഫാൽ വിമാനം പോലെ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ മിനിമം ഇന്ന് നമ്മൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഓൺ ഗ്രൗണ്ട് വരെ ആണെങ്കിൽ അതിന് ഏകദേശം ഒരു 8 തൊട്ട് 10 വർഷം വരെ എടുക്കാനുള്ള സമയം വേണം മിനിമം. അതായത് വേറെ ഒന്നും പ്രശ്നമില്ല, വേറെ സുപ്രീം കോടതി പോയി ബഹളമൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരും ബഹളമൊന്നും വെച്ചില്ല, സമരമൊന്നും പിടിച്ചില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് അഴിമതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ല എന്നല്ലെങ്കിൽ മിനിമം ഒരു 7-8 വർഷം നമ്മൾ അതായത് നേരിട്ട് ഇന്റർ ഗവൺമെന്റൽ. മറ്റത് നമ്മൾ ഈ ഒരു ടെൻഡർ ഒക്കെ വിളിച്ച് ഒരു ബിഡിംഗ് ഒക്കെ നടത്തിയിട്ടാണെങ്കിൽ അതിലും കൂടുതലുള്ള സമയം വരും. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ തേജസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. 1983 DRDO ആണ് അന്നാണ് ആദ്യമായിട്ട് ഗവൺമെന്റ്, അന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ്, ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കുന്നത് നമ്മളത് സ്വന്തമായിട്ട് ഒരു ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് വേണമെന്ന് 1983 ഡിസൈഡ് ചെയ്തു. 1985 എയർഫോഴ്സ് അവരുടെ ആവശ്യം, അതായത് എയർ സ്റ്റാഫ് റിക്വയർമെന്റ് എന്ന് പറയുന്ന കാര്യം അവർ സബ്മിറ്റ് ചെയ്തു. 1987 പ്രൊജക്ട് ഡെഫിനിഷൻ കൊടുത്തു. എന്താണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഞ്ച് കമ്പനി ഡസോൾട്ടോ ആയിട്ട് ഒരു കരാർ ചെയ്തു. അവിടുന്ന് ഏകദേശം ഒരു 30ഓളം എഞ്ചിനീയേഴ്സിനെ ഏകദേശം $100 മില്യൺ പൈസ കൊടുത്തിട്ട് കൊണ്ടുവന്നു. ശരി ശ്രീ കേണറ്റിനി, ഞാൻ ഇന്റർഫിയർ ചെയ്യുകയല്ല, താങ്കളെ തടസ്സപ്പെടുത്തുകയല്ല. ഈ സമയത്ത് ശ്രീ രഘുനാഥ് നായർ സാർ അദ്ദേഹത്തിന് എന്തോ കൂട്ടിച്ചേർക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ബുദ്ധിമുട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി ഒന്ന് എടുക്കാം. ഡിനി സർ, 83 ഇതിന്റെ പ്രൊജക്ട് തുടങ്ങുന്നതിന് മുമ്പ് 1960s നമുക്കൊരു HF-24 എന്നും പറഞ്ഞ്, ഹിന്ദുസ്ഥാൻ ഫൈറ്റർ 24 എന്നും പറഞ്ഞ് നമുക്ക് സ്വന്തമായിട്ടൊരു യുദ്ധവിമാനം ഉണ്ടായിരുന്നു, മാരുത്. എക്സാക്ട്ലി. അപ്പൊ ഈ മാരുതി യുദ്ധവിമാനം ആക്ച്വലി അണ്ടർ പവേർഡ് എഞ്ചിൻ ആയിരുന്നു നമുക്ക് വെളിയിൽ നിന്ന് സപ്ലൈ ചെയ്ത് അവർ തന്നത്. അതുകൊണ്ട് ഇത് പല മിഷനിൽ ഫെയിൽ ആകുകയും ഒരുപാട് ക്രാഷ് ആവുകയും നമ്മൾ ഒരുപാട് പൈലറ്റുകൾ മരിക്കുകയൊക്കെ ചെയ്തു. ആക്ച്വലി മറ്റെല്ലാ കാര്യത്തിലും ഈ വിമാനം ഒരുപാട് സുപ്പീരിയർ ആയിരുന്നു, ഫൈറ്റർ വിമാനമായിരുന്നു. പക്ഷെ നമ്മുടെ ലോ ലെവൽ ഫ്ലൈങ്ങിനും ബോംബിംഗ് മിഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇതിനെ നമുക്ക് ചുരുക്കേണ്ടി വന്നു. ഇതിനെ ഗ്രൗണ്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഒരിക്കലും ഈ തേജസിന് മുമ്പായിട്ട് നമ്മളൊരു വിമാനം സ്വന്തമായിട്ട് നിർമ്മിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടില്ല. അന്ന് ഏഷ്യയിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് വിമാനം ഉണ്ടാക്കിയ രാജ്യം ഇന്ത്യ ആയിരുന്നു. അപ്പൊ നമ്മൾ പേടിച്ച് അത് താത്തു വെച്ചില്ലായിരുന്നു ഇന്ന് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ എത്തിപ്പോയേനെ. അതാണ് എനിക്ക് തോന്നുന്നത് എയർ ചീഫ് മാർഷൽ AP സിംഗ് പറഞ്ഞു, നമ്മൾ ഫെയിലിയേഴ്സിനെ പേടിക്കാൻ പാടില്ല, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് അത് ഫെയിൽ ആണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് 83 പെർമിഷൻ കിട്ടി, 85 എയർഫോഴ്സ് അതിന് പ്ലാൻ കൊടുത്തു, 87 ഫ്രഞ്ചുകാരെ കൊണ്ടുവന്നു, ആൻഡ് 1993 ഫുൾ ഫണ്ടിങ് തുടങ്ങി. ഫുൾ ഫണ്ടിങ് തുടങ്ങുന്നത് ഏകദേശം 10 വർഷം കഴിഞ്ഞാണ് മൊത്തത്തിൽ നേരത്തെ രഘു സർ പറഞ്ഞ പോലെ പൈസ മൊത്തം കൊടുക്കാൻ തുടങ്ങിയത്. 2001 ആദ്യത്തെ മെയ്ഡൻ ടെസ്റ്റ് ഫ്ലൈറ്റ് നടന്നത്. 2001 വാജ്പേയി ജി അതിനകത്ത് ആ LCയുടെ പേര് തേജസ് ആയിട്ട് കൊടുക്കുന്നത്. 2006 ഇന്ത്യൻ ഗവൺമെന്റ് അന്ന് 20 LC HAൽ നിന്ന് വേണോന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ഓർഡർ കൊടുക്കുന്നത്. ഡെലിവറി 2011 വരെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. 2007 വെപ്പൺ സിസ്റ്റം ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തു. 2015 ഇന്ത്യൻ എയർഫോഴ്സിന് ആദ്യമായിട്ടുള്ള ഫസ്റ്റ് LCA കിട്ടുന്നത്. എന്നിട്ട് 2015 വീണ്ടും ഗവൺമെന്റ് 100 LCA ഓർഡർ കൊടുക്കുന്നു. 2016 ആദ്യത്തെ സ്ക്വാഡ്രൻ എയർഫോഴ്സിന്റെ ബാംഗ്ലൂരിലാണ്. 2 പ്ലെയിൻ മാത്രമേ ഉള്ളായിരുന്നു അന്ന്. അത് കഴിഞ്ഞിട്ട് 2018 ആകുമ്പോഴത്തേക്ക് മറ്റ് പ്ലെയിൻസ് വരും എന്നുള്ള രീതിയിലേക്ക് വന്നു. 2019 ആയപ്പോഴത്തേക്ക് ഫൈനൽ ക്ലിയറൻസ് ആയി. 2020 ആയപ്പം ഈ തേജസിന്റെ 2ാമത്തെ സ്ക്വാഡ്രൻ വന്നു. അത് കഴിഞ്ഞപ്പോൾ നോക്കൂ, ഇത്രയും വർഷം ആവുമ്പം ഈ തേജസ് എന്ന് പറയുന്ന ആ എയർക്രാഫ്റ്റിന്റെ ഒരു അടുത്ത വേർഷൻ വരാനുള്ള സമയം കഴിഞ്ഞിരുന്നു. അതിനെയാണ് തേജസ് മാർക്ക് 1 ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടുവന്നത്. അതിന്റെ പ്രോട്ടോടൈപ്പ് വന്നിരുന്നു അതിന്റെ സമയത്ത്. അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതിന്റെ ഓർഡർ കൊടുത്തു.
പക്ഷെ ആ എയർക്രാഫ്റ്റിന്റെ എഞ്ചിൻ നമുക്കിവിടെ ഇല്ലായിരുന്നു. നമ്മളത് US കമ്പനിയുമായിട്ട് നമ്മൾ GE എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് നമ്മൾ കരാറ് സൈൻ ചെയ്തു. അവര് മാർച്ച് 2021 ചെയ്തത്, 23 ആകുമ്പോഴത്തേക്ക് തരൂന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കോവിഡ് വന്ന് എന്നാണ് GE കമ്പനി പറയുന്നത്. അതിനിടയ്ക്ക് പ്രൈം മിനിസ്റ്ററും രാജ്നാഥ് സിംഗ് ഇവരെല്ലാവരും US പോയപ്പോൾ പറഞ്ഞു, പ്രത്യേകിച്ച് ഈ ഒരു ഞങ്ങൾക്ക് ഈ എയർക്രാഫ്റ്റ് എഞ്ചിൻ വേണം എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് അവരുടെ തന്നെ സപ്ലൈ ചെയിൻ പ്രശ്നം എന്ന് അവർ പറഞ്ഞുകൊണ്ട് നമുക്കത് കിട്ടാതെ വരെയും ഇതുവരെ നമുക്ക് അതിന്റെ ഒരെണ്ണം മാത്രമാണ് കിട്ടിയത്. ഈ വർഷം അവർ പറയുന്ന അതിന്റെ ഒരു പ്ലാൻ അനുസരിച്ച് അവർ ഈ വർഷം ഒരു 7-8 എണ്ണം തരും. അടുത്ത വർഷം പിന്നീട് ഓരോ വർഷം കൂടെ 10 എണ്ണം വെച്ച് അങ്ങനെ തരും എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ അതിന് ധാരാളം ഡിലേ വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കണക്കുകൾ പറഞ്ഞത്. അത് 83-ൽ വിഷ്വലൈസ് ചെയ്ത ഒരു കാര്യം, 83-ൽ വിഷ്വലൈസ് ചെയ്ത കാര്യം ഫൈറ്റർ സ്ക്വാഡ്രനായി മാറിയത് 2018-ലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വർഷം എടുത്തു. അപ്പം ഇതാണ് HALന്റെ ഒരു പ്രശ്നം എന്നാണ് എയർ ചീഫ് മാർഷൽ AP സിംഗ് പറഞ്ഞത്. മറ്റു പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി, ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് HAL തന്നെയാണ്. അതിന്റെ ഒരു പരിഹാരം ഒരു മിനിറ്റ് കൂടെ ഞാൻ പറഞ്ഞു. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു DRDO അല്ലെങ്കിൽ HAL മാത്രമായിരുന്നു ഒരു ഇതിന്റെ വേണ്ടിയുള്ള ഡിഫൻസ് റിലേറ്റഡ് എക്യുപ്മെന്റ് മറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2014-ന് ശേഷമാണ് നമ്മൾ ധാരാളം പ്രൈവറ്റ് ഫേംസിനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അത് കൊണ്ടുവന്നു. ടാറ്റ ഉണ്ട്, കല്യാണി ഗ്രൂപ്പ് ഉണ്ട്, ഇപ്പം L&T ഉണ്ട്. അങ്ങനെ ധാരാളം പേര് വന്നപ്പോഴാണ് കോമ്പറ്റീഷൻ തുടങ്ങിയതും. കോമ്പറ്റീഷൻ വന്നപ്പോൾ അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ആയത്. ഒരു സമയത്ത് നമ്മൾ ഏകദേശം 60-70% പോലും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരികയായിരുന്നു. ഇപ്പൊ നമ്മൾ ഏകദേശം 65% നമ്മൾ എക്സ്പോർട്ടിലേക്ക്, അതായത് നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ തന്നെ നിർമ്മിക്കാവുന്ന രീതിയിലുള്ള ഒരു ലെവലിലേക്ക് ഭാരതം എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് എടുത്തില്ല. നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അതിനകത്ത് കൊണ്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു. അതായത് ഒരു സാധനം ഇവിടെ നിർമ്മിക്കണം, പ്രത്യേകിച്ച് ഡിഫൻസ് റിലേറ്റഡ്, അതിന് കമ്പൽസറി ആയിട്ട് ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള റൂൾ കൊണ്ടുവന്നു. അങ്ങനെ ധാരാളം ഡിഫൻസ് കോറിഡോറിന്റെ ഒരു കാര്യം കൊണ്ടുവന്നു സർക്കാർ. അതുപോലെ തന്നെ പുതിയതായിട്ട് ഇന്നോവേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ധാരാളം അതിനു വേണ്ടിയുള്ള കുറെ ഇനിഷ്യേറ്റീവ്സ് എടുത്തു. ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഇപ്പൊ നമ്മൾ ഒന്ന് നോക്കും നമ്മളെ പ്രൊഡക്ഷനെ കുറിച്ച് ജസ്റ്റ് ആ കണക്ക് മാറിഞ്ഞ് മാത്രം ഞാൻ നിർത്താം. അതായത് ആനുവൽ പ്രൊഡക്ഷൻ, ഡിഫൻസ് പ്രൊഡക്ഷൻ ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1,46,000 കോടി രൂപയാണ്. ഇത് 10 വർഷം മുമ്പ് 43,000 കോടി മാത്രമായിരുന്നു. നമ്മളെ ഡിഫൻസ് എക്സ്പോർട്ട് ഇന്ന് 24,000 കോടി രൂപയാണ്. ഇത് 10 വർഷം 600 കോടി രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ ഷിഫ്റ്റ്. അപ്പൊ ഒരു സ്ട്രാറ്റജിക് ആയിട്ട് ഒരു മാറ്റം വരണമെങ്കിൽ സമയം എടുക്കും ശ്രീ അഭിലാഷ്. അതിന്റെ രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ ശ്രീ എയർ ചീഫ് മാർഷൽ AP സിംഗ് പറഞ്ഞത് വളരെ ശരിയാണ്. അത് അദ്ദേഹം ഒരു കാര്യം, നമ്മുടെ AMCA അതായത് നെക്സ്റ്റ് ജനറേഷന് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മൾ അതിന്റെ ഒരു സാങ്ഷൻ കൊടുത്തു. അതിനകത്ത് നമ്മൾ പ്രൈവറ്റ് ആളുകളെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളൊരു വെച്ചിട്ടുണ്ട്. തീർച്ചയായും ശ്രീ ബ്രിഗേഡിയർ വേണുനായർ കൂടി ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ബ്രിഗേഡിയർ വേണുനായർ, നേരത്തെ രഘുനാഥ് സാർ സൂചിപ്പിച്ചു വന്നുണ്ട്, എല്ലാ മാധ്യമങ്ങളും അത് ശ്രദ്ധിച്ചോ എന്നറിയില്ല എന്ന് പറഞ്ഞൊരു പോയിന്റ് ഒരു പക്ഷേ ഇതായിരിക്കാം. അതായത് ഈ ഭാവിയിലേക്ക് തയ്യാറെടുക്കുന്നതിൽ നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു അടുത്ത 10 വർഷത്തിനിടെ DRDOയിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള ഉൽപ്പാദനം ഉണ്ടാകാം. പക്ഷേ ഇന്നത്തേക്കാവശ്യമായത് ഇന്നെത്തിക്കാനും നിർമ്മിക്കാനും നമുക്ക് സാധിക്കണം എന്നുകൂടി AP സിംഗ് പറഞ്ഞിരുന്നു. അതും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണല്ലോ. കാരണം ഇപ്പോൾ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി പോകേണ്ടി വന്ന ഒരു ഓപ്പറേഷൻ ആണ്. ഇന്ത്യ പ്രതീക്ഷിച്ച ഒരു സമയത്തായിരുന്നില്ല, അങ്ങനെ ഒരു സംഘർഷത്തിൻ്റെ ഇടയിലൊന്നും ആയിരുന്നില്ല നമ്മൾ. അപ്പോൾ ഈ കാലഘട്ടത്തിന് അനുസൃതമായ നമ്മുടെ സൈനിക ശേഷി സംവിധാനങ്ങൾ, അതിൽ തന്നെ നേരത്തെ ശ്രീ സേനാപതി വേണു പറഞ്ഞത് കാലഘട്ടം എന്നത് ഇപ്പോൾ ഏറ്റവും അനിവാര്യമാകുന്നത് വ്യോമസേനയെ കൂടുതൽ കരുത്താർജിപ്പിക്കുക എന്നതാണ്, പുതിയ യുദ്ധതന്ത്രങ്ങളുടെ യുദ്ധകാലഘട്ടത്തിലും എന്നുള്ളതാണ്. എത്രത്തോളം പ്രധാനമാണ് AP സിംഗിൻ്റെ വാക്കുകൾ? അതിന് നമ്മുടെ ഭരണകൂടങ്ങൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അഭിലാഷ് അടക്കം എല്ലാവർക്കും എൻ്റെ ജയ്ഹിന്ദ്. തുടക്കത്തിലെ ചർച്ചയിൽ ഇടപെടാൻ പറ്റിയില്ല, എങ്കിലും പ്രധാന വിഷയത്തിലേക്ക് വരാം. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഡിഫൻസ് ആൻഡ് DRDOയുടെ കേപ്പബിലിറ്റിയും നമ്മുടെ ഇക്കണോമിക് പ്രോസസ്സും നമ്മുടെ ഫണ്ട് എത്രയുണ്ട്, ഇതെല്ലാം കൂടെ ഒരു മാച്ചിങ് ആയിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ സൈന്യത്തിൻ്റെ മിലിറ്ററിയുടെ സ്ഥിതി വരുന്നത്. അപ്പോൾ നമ്മൾ 2 ഫ്രണ്ട് വാറാണ് നമ്മൾ എപ്പോഴും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. നോർത്ത് ഏരിയയിൽ ചൈനയും വളരെ സൂപ്പർ പവറാണ്, പിന്നെ പാകിസ്ഥാനും ടുവേർഡ്സ് ദ വെസ്റ്റ്. അപ്പോൾ ഇതനുസരിച്ചാണ് നമ്മുടെ ഒരു ഫോഴ്സ് സ്ട്രക്ചറിങ് നടത്തിയിരിക്കുന്നത്.
അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഡിവിഷൻ വേണം, ചൈനയ്ക്കെതിരായിട്ട് ഇത്ര. ആക്ച്വലി രണ്ട് ഫ്രണ്ടും ആക്റ്റീവ് ആയാൽ എന്താണ് നമുക്ക് മിനിമം വേണ്ടത്, അതിനനുസരിച്ചുള്ള ഫോഴ്സ് സ്ട്രക്ചറിങ്ങും അതുപോലുള്ള ഓത്തറൈസേഷൻ ഓഫ് എക്യുപ്മെൻറ്റ് അങ്ങനെയാണ് എയർഫോഴ്സിലേക്ക് വരുമ്പോൾ കേണൽ ഡിനി പറഞ്ഞ പോലെ 42 സ്ക്വാഡിനാണ് നമ്മുടെ ഒരു ഫോഴ്സ് സ്ട്രക്ചറിൽ പറയുന്നത്. അത് കൺവെൻഷണൽ വാറിലാണ്. ഈ നമ്മളിപ്പോൾ നടത്തിയ വാറിൽ എത്ര എയർഫോഴ്സിൻ്റെ ഒരു 20% ടോട്ടൽ നമ്മൾ എല്ലാത്തിൻ്റേതായിട്ട് 15-20% സ്ട്രെങ്ത് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എപ്പോഴും നമ്മൾ ഒരു കൺവെൻഷണൽ വാറിന് വേണ്ടി ആയിരിക്കണം തയ്യാറെടുക്കേണ്ടിയിരുന്നത്. അങ്ങനെയാണ് 42 സ്ക്വാഡൻ ഉണ്ടാവേണ്ടത്. പക്ഷേ കാലാകാലങ്ങളായുള്ള MiG-29 അങ്ങനെയുള്ള കാഷ്വാലിറ്റിയും ഡൗണിങ്ങും ഒക്കെ വന്നതുകൊണ്ട് നമുക്കിപ്പോൾ 31 സ്ക്വാഡൻ, അപ്പോൾ ഒരു 180 എയർക്രാഫ്റ്റ്സിൻ്റെ കുറവാണ് നമ്മൾ ഉള്ളതെന്ന് പറയുന്നത്. ഇത് ഒരു കൺവെൻഷണൽ വാറിനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഞാനൊരു എയർഫോഴ്സ് ചീഫാണെങ്കിൽ അദ്ദേഹം എയർ ചീഫ് AP സിംഗ് പറഞ്ഞത് കറക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു. വാട്ട് ഈസ് ദ ഡിസൈഡ് എന്താണ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ ഡിഫൻസ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർഗനൈസേഷൻ ഉണ്ടായി. അതെന്നാണ് ഉണ്ടായത്, നമുക്ക് ഇൻഹൗസ് എക്സ്പെർട്ടീസ് വേണം. ആ രീതിയിൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ നമ്മുടെ പ്രൈവറ്റ് സെക്ടറൊന്നും നമുക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉണ്ട്. ആക്ച്വലി ഇഫ് യു ലുക്ക് അറ്റ് USA, അവിടെ ഗവൺമെൻറ് അല്ല ഈ ആയുധങ്ങളും ഈ പറയുന്ന പോലെ നമ്മൾ എൻജിൻ ജി ആണ് നമുക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നാണ് എടുക്കുന്നത്. അവിടുത്തെ ഈ പറഞ്ഞ പോലെ ഈ 2 വൻ വിമാന കമ്പനികൾ അവരാണ് ഈ കൂടുതലും ഈ എയർക്രാഫ്റ്റ്സ് F-16 അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഫ്രാൻസിലാണെങ്കിൽ റഫാലെ പ്രൈവറ്റ് എൻ്റർപ്രൈസൊക്കെ കൂടിയാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഈ പ്രൈവറ്റ് സെക്ടർ ഈ ഡിഫൻസ് ഇൻഡസ്ട്രിയിലേക്ക് സെക്കൻഡ് വേൾഡ് വാർ തൊട്ട് അവരിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ലോകത്തിലെ ഒരു 40% ഡിഫൻസ് എക്യുപ്മെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ എക്സ്പോർട്ട് ചെയ്യുന്നത് USA ആണ്. അപ്പോൾ നമുക്കതിനുള്ളൊരു കെൽപ്പ് ഉണ്ടായിരുന്നില്ല. ഫോർ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ ഡിഫൻസ് ബഡ്ജറ്റ് $86 ബില്യൺ ആയിരുന്നു. അത് നമ്മുടെ ഒരു 1.9% നമ്മുടെ DGP ആണ് വരുന്നത്. നമ്മുടെ ബാക്കി കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് കൂടുതൽ ഇതിന് അലോട്ട് ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അതിൽ അത് 6.81 lakh crores ആണ് നമ്മുടെ ഇത്. അതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഈ ബജറ്റിൽ ഒരു നല്ല ശതമാനം ശമ്പളം, പേ ആൻഡ് അലവൻസസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകും. പിന്നെ റിപ്പയർസ് അതുപോലുള്ള കാര്യങ്ങൾക്ക് പോകും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തെങ്കിലും പുതിയതായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ ഈ ബജറ്റിലുണ്ടായിരുന്ന 1.8 lakh crores മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വേണം ഒരു ബിഗ് ടിക്കറ്റ് എക്സ്പെൻഡിച്ചേഴ്സാണ്. ഇപ്പോൾ റഫാൽ പോലുള്ളത് മേടിക്കണമെങ്കിൽ അതിൻ്റെ വില ഒന്നിൻ്റെ വില $288 മില്യൺ ആണ്. ഒരു തേജസ് ആണെങ്കിൽ $43 മില്യൺ വേണ്ടി വരും. നമ്മുടെ ഒരു 200ൻ്റെ ഒരു നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ആംക എന്ന് പറയുന്ന നമ്മുടെ അഡ്വാൻസ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് നമ്മുടെ ഒരു ജനറേഷൻ 5ലേക്ക് നമ്മൾ ഒരു 15,000 crore പെർ യൂണിറ്റാണ് നമ്മൾ വില കൊടുക്കുന്നത്. അപ്പോൾ ഈ R&Dയിലേക്കുള്ള ഇതും പിന്നെ ഈ R&D എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഒക്കെ വളരെ കുറവായിരുന്നു. അതിലെ സക്സസ് സ്റ്റോറീസ് ആയിട്ടുള്ളത് നമ്മൾക്ക് മിസൈൽ നോക്കുവാണെങ്കിൽ ആൻറ്റി ടാങ്ക് ആകട്ടെ, പിന്നെ പൃഥ്വി, അഗ്നി, ആ ഒരു മിസൈൽ അത് ഡോക്ടർ കലാമിൻ്റെ കീഴിലുണ്ടായിരുന്നതാണ്. അതുപോലെ നമ്മുടെ ISRO ഒരു സക്സസ് സ്റ്റോറിയാണ് നമ്മുടെ വിഗ്രഹ വിക്ഷേപണത്തിനൊക്കെ വരുന്നത്. അങ്ങനെ അതുപോലെ ടാങ്കുകളിലേക്ക് നമ്മൾ കൂടുതലും ഇപ്പോൾ നമ്മൾ റഷ്യയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അബൌട്ട് 2010 വരെ അബൌട്ട് 72% ഓഫ് നമ്മുടെ എക്യുപ്മെൻ്റ് എല്ലാം റഷ്യയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ ഏതാണ്ട് 36% അതിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ USA-യിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെ കൂടി നമ്മൾ എക്യുപ്മെൻ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ള കിറ്റിയിൽ നിന്ന് വേണം നമുക്ക് നമ്മുടെ ഫോഴ്സ് സ്ട്രക്ചറിങ് ചെയ്യാൻ. അതിന് ടൈം കുറച്ചെടുക്കും. ഇപ്പോൾ ആത്മനിർഭരതയിൽ അതിലേക്ക് വന്നാൽ കാവേരി എൻജിൻ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എൻഡ് ഓഫ് 25 ബിഗിനിങ് ഓഫ് 26 അതിൻ്റെ ലിമിറ്റഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും. അത് നമുക്ക് പണ്ടും ഈ ഇപ്പോൾ രഘുനാഥ് നാഥ് പറഞ്ഞ പോലെ മാരുത എൻ്റെ ഓർമ്മയുള്ള 65 വാറിൽ നാറ്റ് എന്നും പറഞ്ഞ ഒരു സിംഗിൾ എൻജിൻ എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ സ്റ്റാർ. 65 സാബർ ജെറ്റിനെ താഴത്തിറക്കിയിട്ടുള്ള
നാറ്റായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ 71 കഴിഞ്ഞിട്ട് അതിനെ പ്രോഗ്രസ് ചെയ്യാത്തതാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഉള്ള കിറ്റിയിൽ നിന്ന് വേണം നമുക്ക് ഇതെടുത്ത് നമ്മുടെ ഫോഴ്സ് സ്ട്രക്ചറിങ് ശരിയാക്കാൻ എന്നുള്ളതാണ് എൻ്റെ ഓപ്പണിംഗിൽ പറയാനുള്ളത്. യെസ്, അങ്ങനെ പറയുമ്പോഴും ശ്രീ സേനാപതി വേണു, ഇവിടെ ഈ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. തീർച്ചയായും ഇന്ത്യയെ പോലൊരു സംവിധാനത്തിൽ അത്തരം വിമർശനങ്ങൾ ഉണ്ടാകേണ്ടതുമാണ്. ഈ ചുമതലയേറ്റ സമയത്ത് വ്യോമസേനയുടെ അമരക്കാരനായി ചുമതലയേറ്റ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിമർശനം എന്നത് ഒരു കാലഘട്ടത്തിൽ ചൈനയേക്കാൾ മുന്നിലായിരുന്നു സൈനിക സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ എന്നാണ്. പിന്നീട് അത് പിന്നോട്ട് പോയി എന്ന വിമർശനവും ഉണ്ടാകുന്നു. ഇവിടെ രഘുനാഥ് സാർ സൂചിപ്പിച്ചു, ഇതിൽ ബ്യൂറോക്രറ്റുകൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ എയർഫോഴ്സിന് തന്നെ ചില പിഴവുകളും പോരായ്മകളും ഒക്കെ ഉണ്ട് എന്ന്. പക്ഷെ നമുക്കറിയാമല്ലോ, ഈ പലപ്പോഴും ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളോ അല്ലെങ്കിൽ ഭരണകൂടമോ ഒക്കെയാണ് ഈ സൈനിക കരുത്തിനെ അഭിമാനമായി കണക്കാക്കുകയും ഇപ്പോൾ തന്നെ ഈ പോരാട്ടം വിജയിക്കുമ്പോൾ അതിനെ എത്രത്തോളം ഭരണകൂടം അവരുടെ മികവായി മാറ്റുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയാമല്ലോ. അതിലൊന്നും തെറ്റും പറയേണ്ടതില്ല. പക്ഷേ അവിടെയാണ് നേരത്തെ ഉന്നയിച്ച ഈ ചൈനയും തമ്മിലുള്ള താരതമ്യം മുതൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ആവർത്തിക്കേണ്ടി വരുന്നു. അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയേ ഇല്ല ഈ സമയബന്ധിതമായി പൂർത്തിയായ ഒരു പദ്ധതിയെക്കുറിച്ച് എന്നാണ്. അപ്പോൾ അവിടെ ഭരണകൂടങ്ങൾക്കും കൃത്യമായി പങ്കുണ്ടായിരുന്നില്ലേ? ഇപ്പോഴും ആ പങ്കുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാലതാമസത്തിൽ? അതൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ ആ ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ചൈനയുടേത് പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്നാണ്. അവിടെ പാർട്ടിക്കാരെയും ഇവരൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ആർമി, പോളിറ്റ് ബ്യൂറോയാണ് തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ഇവിടെ ശ്രീ രഘുനാഥ് സാറും ഡെന്നി സാറും ഒക്കെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ഈ ഡിഫൻസ് സംവിധാനത്തിന് ബ്യൂറോക്രാറ്റ് അത് ഒരു 3 തലമാണ്. ഒന്ന് ഡിഫൻസ് പ്രൊക്വയർമെന്റ് പ്രൊസീജിയർ, അതായത് DPP കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് വരുന്നത് എന്താ പറഞ്ഞ കോൺട്രാക്ട് നെഗോഷിയേഷൻ കമ്മിറ്റി. ഇതെല്ലാം സിവിലിയൻസ് ആണ്, അതായത് ബ്യൂറോക്രാറ്റ്സ് ആണ് പ്രധാനമായിട്ടും ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മുമ്പേ പറഞ്ഞത് സിയാച്ചിൻ ഗ്ലേസിയറിൽ ഏത് രീതിയിലുള്ള ഡ്രസ്സ് വേണം എന്നുള്ളത് പോലും ഇവര് എത്രയോ ഡിലേ ആക്കി എന്നുള്ളതാണ്. അടുത്ത ഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പ്രൈസ് നെഗോഷിയേഷൻ കമ്മിറ്റി. ഈ 3 ഘട്ടങ്ങൾ വരുമ്പോഴത്തേക്കും ഇത് ഒരുപാട് ഡിലേ ആകുന്നു. ഇതൊന്നും ചൈനയിൽ ഇല്ല. അവർക്ക് അത് നേരിട്ട് പോളിറ്റ് ബ്യൂറോ ഒരു കാര്യം തീരുമാനിക്കുന്നു, അവരിത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ AP സിംഗ് പറഞ്ഞതിൻ്റെ ഒരു കാര്യം, എല്ലാ ഇന്ത്യക്കാരനും അത് ഉൾക്കൊള്ളണം, എല്ലാ ബ്യൂറോക്രാറ്റും അത് ഉൾക്കൊള്ളണം, എല്ലാ ഭരണകർത്താക്കളും അത് ഉൾക്കൊള്ളണം. കാരണം നമുക്കിപ്പം 42 സ്ക്വാഡ്രൺ വേണ്ടടുത്ത് 30 ഉള്ളൂ. ഇവിടെ ഇപ്പം ബ്രിഗേഡിയർ സാർ സൂചിപ്പിച്ചു, ഇപ്പം ഞങ്ങളൊക്കെ ഡെന്നി സാറും ഞങ്ങളൊക്കെ കരസേനയിലുള്ളപ്പോൾ സൈനികർക്ക് കൊടുക്കുന്ന SLR സെൽഫ് ലോഡിംഗ് റൈഫിൾ, ഇത് 6-7 കിലോ തൂക്കവുമായിട്ട് ഈ സൈനികർ നടക്കുന്നു. അന്നും റഷ്യൻ ആർമിക്കും, റഷ്യൻ ആർമിക്കും എന്താ പറഞ്ഞ അമേരിക്കൻ ആർമിക്കും ഒക്കെ അന്നും AK-47 ഇൻസാസും ഒക്കെ ഉണ്ട്. നമ്മളെക്കാൾ 10, 15 വർഷം 20 വർഷം മുമ്പ്. നമ്മൾ ഇപ്പോഴാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. കാരണം ഇവിടെ ഒരിക്കൽ നമ്മുടെ എന്താ പറഞ്ഞ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, ഇഫ് യു വാണ്ട് പീസ് യു പ്രിപ്പയർ ഫോർ വാർ. നിങ്ങൾക്ക് സമാധാനം ആവശ്യമാണെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്തണം. അത് തന്നെയാണ് നമ്മുടെ മുമ്പിൽ. സൈന്യത്തെ ആധുനികവൽക്കരിക്കണം, അവരുടെ കുറവുകൾ പോരായ്മകൾ ബാക്കി ഏത് ഡിപ്പാർട്ട്മെന്റുകളിലെയും മാറ്റിവെച്ചുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടതിന്റെ ഒരു ആവശ്യകത, അതാണ് AP സിംഗ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് വളരെ കൃത്യമായി എന്താ പറഞ്ഞ ടൈം ബൗണ്ടായി ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് ഭരണപക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ എല്ലാവരുടെയും പിന്തുണ ആ കാര്യത്തിൽ ഉണ്ടാകണം. കാരണം എത്ര മനോഹരമായി വീട് പണിതാലും വീടിന്റെ വാതിലിന് ഉള്ള പൂട്ട് അത് സുരക്ഷിതമല്ല എങ്കിൽ ശത്രു വീട് തള്ളക്കേറി വരും. അപ്പൊ പൂട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് എന്താ പറഞ്ഞേ അത് ഒരു കാരണവശാലും തുറക്കുന്ന പൂട്ടായിരിക്കരുത്. അത് തന്നെയാണ് രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം. എത്ര സാമ്പത്തിക വികസനം രാജ്യത്തുണ്ടായാലും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഇവിടെ ഇന്നിപ്പോ ഒരു മിനിറ്റ് കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച് ഇന്നലെയും ഇന്നുമായി ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ അവിടെ പഴയ ബീഗം ഖാലിദ സിയയുടെ മകൻ, അദ്ദേഹത്തിന്റെ പേര് താരിഖ് റഹ്മാൻ, അദ്ദേഹം പുതിയൊരു വാദവുമായിട്ട് വന്നിരിക്കുകയാണ്. നോട്ട് ദില്ലി നോട്ട് പിണ്ടി. നോട്ട് ദില്ലി എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി, നോട്ട് പിണ്ടി എന്ന് പറഞ്ഞാൽ റാവൽപിണ്ടി. നമുക്ക് ബംഗ്ലാദേശാണ് ഫസ്റ്റ്. അപ്പൊ ആ ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷനും പോയി അവിടെ എന്താ പറഞ്ഞ ഭീകരന്മാർക്ക് നേതൃത്വമുള്ള ഒരു ഭരണകൂടത്തിലേക്ക് അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് തകരിക. അപ്പൊ നമ്മുടെ വാർ ഫ്രണ്ട് എന്ന് പറയുന്നത് അത് ചൈനയും പാകിസ്ഥാനും മാത്രമല്ല, ബംഗ്ലാദേശിലും ഉണ്ടാകുന്ന സ്ഥിതിവിശേഷങ്ങളെ ഇന്ത്യ നേരിടേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ പിന്തുണയോടുകൂടി വരുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന തലവേദന. അപ്പോൾ ഇതിനെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം
നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മുടെ സജ്ജീകരണം. ഇപ്പോ നമ്മുടെ ചർച്ചയിലുള്ള വിഷയം ഇന്നലെ അവിടെ എന്താ പറഞ്ഞ ഇത് നടക്കുന്നു, മോക്ക് ഡ്രില്ല് നടക്കുന്നു. അത് ഒരു റൊട്ടീൻ. കാരണം ഏത് സമയവും ഇവിടെ പാകിസ്ഥാനിൽ സിവിൽ അഡ്മിനിസ്ട്രേഷൻ അല്ല, സിവിൽ അഡ്മിനിസ്ട്രേഷൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ പേരിനിരിക്കുന്നു. അവിടെ അസീം മുനീർ ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നാളെ നേരം വെളുക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുക എവിടെയെങ്കിലും ഒരു ആക്രമണം നടത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആക്രമണം നടക്കും. അതുകൊണ്ട് ഇന്ത്യ കരുതലോടുകൂടി ഇരിക്കണം. ആ കരുതലാണ് ഇപ്പൊ മുമ്പ് സൂചിപ്പിച്ച പോലെ 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നമ്മുടെ മോക്ക് ഡ്രില്ല്. പക്ഷെ ഒരു കാര്യം ശരിയാണ്, ഇന്നലെ IMF പ്രഖ്യാപിച്ചു നമ്മൾ ലോകത്തിലെ 5 സാമ്പത്തിക ശക്തിയിൽ നിന്ന് ജപ്പാനെ മറികടന്ന് നമ്മൾ 4 ആയിരിക്കുന്നു. നമ്മൾ 5 ട്രില്യണിൽ നിന്ന് 7 ട്രില്യണിലേക്ക് പോകുന്ന നമുക്ക് നിരന്തരമായി സംഘർഷത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്നതിന്റെ പേരിൽ സൈന്യത്തിനും അല്ലെങ്കിൽ സേനകളുടെ നവീകരണത്തിനും മുടക്കുന്ന തുകയിൽ ഒരു കുറവും നമുക്കുണ്ടാക്കാൻ പറ്റത്തില്ല. അതുണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വം തകരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ഗവൺമെന്റിന് കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു പ്രചോദനമായി AP സിംഗ് എയർ ചീഫ് മാർഷലിന്റെ വാക്കുകളെ മാറട്ടെ എന്ന് ഒരു മുൻ സൈനികൻ എന്ന നിലയിൽ ഞാൻ ഈ കൂട്ടത്തിൽ എന്താ പറഞ്ഞ പ്രാർത്ഥിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ശ്രീ രഘുനാഥ് സാർ, ഒരു പക്ഷേ നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു ദിവസം, പ്രത്യേകിച്ച് നിലമ്പൂരും ഒക്കെ ഇലക്ഷനൊക്കെ കൊഴുത്തു നിൽക്കുന്ന ഒരു സമയത്ത് പോലും ഈ ടോപ്പിക് എടുക്കേണ്ടി വരുന്നതിന് കാരണം എന്തൊക്കെയായിരുന്നു എന്ന് കൂടിയാണ് സേനാപതി വേണു സാർ ഇപ്പോൾ സൂചിപ്പിച്ചു വെച്ചത്. ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട്. അതിൽ ബംഗ്ലാദേശിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അത് മാത്രവുമാണോ ഈ സൂചിപ്പിച്ചതുപോലെ എത്ര മനോഹരമായൊരു വീട് പണിതാലും അതിൻ്റെ വാതിലിൻ്റെ പൂട്ട് ശക്തമാകണമെന്നത് കൂടുതൽ മനസ്സിലാക്കേണ്ട, തിരിച്ചറിയേണ്ട ഒരു സമയം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ തന്നെ താലിബാൻ ഭരണകൂടം ഈ ആക്രമണ സമയത്ത് പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞതാണ് എങ്കിൽ അവിടെ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഇടനാഴി അത് അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി നീട്ടുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊരു രാജ്യങ്ങളുടെ ഒരു കണക്ഷൻ മറുഭാഗത്ത് ഉണ്ടാകുമ്പോൾ ഇന്ത്യ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് തീർത്തു പറയുകയല്ല. ഇന്ത്യക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ചൈനയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാകുന്ന പ്രകോപനം നമ്മൾ കണ്ടതാണല്ലോ. ചൈന വീണ്ടും ഇന്ത്യയുടെ ഭൂപ്രദേശത്തിൻ്റെ അടക്കം പേര് മാറ്റിയ സാഹചര്യം ഉണ്ടാകുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ ഈ സഹകരണം കൂടിയൊക്കെ ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ AP സിംഗിൻ്റെ വാക്കുകൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി നോക്കി കാണുമ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഇന്ത്യ തദ്ദേശീയമായി തന്നെ വികസിപ്പിക്കുന്ന, ഇന്ത്യ കൂടുതൽ കണ്ടെത്തലുകൾ നടത്തേണ്ട, അതിനപ്പുറത്ത് ഇപ്പോൾ ഡിന്നി സാറ് സൂചിപ്പിച്ചു കൂടുതൽ വ്യാവസായികമായി നാളെ അതാണ് സാധ്യതയെങ്കിൽ കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യേണ്ട സാധ്യതകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സമയമല്ലേ ഇപ്പോൾ? ശ്രീ അഭിലാഷ്, ഇത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം. ഇന്നത്തെ മാറിയ സാഹചര്യങ്ങളിൽ ഇപ്പൊ നമ്മുടെ സേനാപതി വേണു പറഞ്ഞതുപോലെ അതും അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. ബംഗ്ലാദേശ് നാളെ ഏത് സ്റ്റാൻഡ് എടുക്കും നമുക്കറിയില്ല. ഇപ്പം ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിലേക്ക് ചർച്ച നടത്തി അഫ്ഗാനിസ്ഥാൻ അതിൽ പാർട്ണർഷിപ്പിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയും നല്ലപോലെ അഫ്ഗാനിസ്ഥാന്റെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചുറ്റും കിടക്കുന്ന ഇതിൽ ആരൊക്കെ എപ്പോ ഒക്കെ ശത്രുക്കളായിട്ട് മാറും, ആരൊക്കെ എപ്പോ ഒക്കെ മിത്രങ്ങളായിട്ട് മാറും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ ഇതെല്ലാം കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എയർ ചീഫ് മാർഷൽ AP സിംഗ് ഇതിങ്ങനെ വളരെ ശക്തമായിട്ടും അദ്ദേഹം ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞത് തേജസിന്റെ കാര്യമാണ്. അതിന് യാതൊരു സംശയമില്ല. ഇവിടെ ആംക പ്രൊജക്ട് നമുക്കിപ്പം എവിടെ വരെ ആകും, എന്താകും, ഒരു 10-15 വർഷമെങ്കിലും എടുക്കും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു ആംകയുടെ ഒരു സ്ക്വാഡ്രനെങ്കിലും നമ്മൾ ഇൻഡക്ട് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ എയർ ചീഫ് മാർഷൽ AP സിംഗ് പറഞ്ഞത് നമ്മളിവിടെ ഡിസൈൻ ചെയ്താൽ മാത്രം പോരാ, ഇവിടെ മേക്ക് ഇൻ ഇന്ത്യ മാത്രം പോരാ, ഡിസൈനും ഡെവലപ്പും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം ഒരു പരിഹാരമായിട്ട് മറ്റൊരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഇൻസെന്റീവ്സ് നമ്മൾ ഈ സയന്റിസ്റ്റുകൾക്ക് കൊടുക്കണം. ആദ്യമായിട്ട് ഒരു പക്ഷേ അത്രയും ടോപ്പ് ലെവലിൽ ഇരുന്ന് ഒരാൾ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. വളരെ നല്ല ഇൻസെന്റീവ്സും വളരെ നല്ല എൻവയൺമെന്റും അവർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിത് എടുത്തു പറയാനുള്ള കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എനിക്ക് ഈ വിഷയം ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്ന്. നമ്മുടെ ISROയിലെ ഒരു എന്താ പറയാ ഒരു എൻട്രി ലെവൽ സയന്റിസ്റ്റിനെ നമ്മൾ എടുക്കുമ്പോൾ കൊടുക്കുന്ന ശമ്പളം എത്രയാണ്? മാസം ഏകദേശം 65,000 രൂപയാണ് ഒരു എൻട്രി ലെവലിൽ കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഒരു PSC മെമ്പറിന് കൊടുക്കുന്ന ശമ്പളം എത്രയാന്ന് കൊടുക്കുന്നത് നിങ്ങളൊന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് മനസ്സിലാവും. അതേ സമയത്ത് എക്സാക്ട്ലി അവിടെയാണ് ഇവിടെ ഒരു IIT വരുന്ന ഒരു എൻട്രി ലെവൽ സയന്റിസ്റ്റിന് കൊടുക്കുന്ന 65,000 രൂപയാണ് മാസം. പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഈ കുട്ടികൾ പറയുന്നുണ്ട്, ക്യാമ്പസ് ഇന്റർവ്യൂ നടത്തുമ്പോൾ നിങ്ങൾ എത്രയാ ശമ്പളം തരുന്നെന്ന് ചോദിക്കുമ്പോൾ ഈ ഫിഗർ പറയുമ്പോൾ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ടോപ്പ് ബ്രെയിൻസ് മുഴുവൻ ഒഴിവായി പോവുകയാണ്. കാരണം
നാസയിൽ ഒരു എൻട്രി ലെവൽ സയന്റിസ്റ്റിന് കൊടുക്കുന്ന ഇന്ത്യൻ റുപ്പീസിൽ പറഞ്ഞ മാസം 5 ലക്ഷം രൂപയാണ്. ഏകദേശം $6000 പെർ മന്ത് ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മുടെ ISRO ചീഫിന് കൊടുക്കുന്ന ശമ്പളം എത്രയാ? 2.5 ലക്ഷം രൂപയാണ് മാസം. കാരണം നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന ആളെക്കാളും കൂടുതൽ മറ്റവന് കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു വല്ലാത്തൊരു ഒരു കുഴഞ്ഞു മറിഞ്ഞ സിസ്റ്റമാണ്. 7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു സയന്റിസ്റ്റിന് നാസ കൊടുക്കുന്നത് $2 ലക്ഷം മാസം. 7 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ. ഇവിടെ ISRO ചീഫിനാണ് 2.5 ലക്ഷം രൂപ കൊടുക്കുന്നത്. $4 ലക്ഷം. എക്സാക്ട്ലി. ഒരു വിദ്യാഭ്യാസ യോഗ്യതയും വേണ്ട, ഒന്നും വേണ്ട. 1.5 കോടി രൂപയാണ് മാസ ശമ്പളം 7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു സയന്റിസ്റ്റിന്. ഇനി നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രൈവറ്റ് ഫേംസിലെ ഒരു അവസ്ഥയും കൂടെ നമുക്ക് നോക്കാം. അതായത് ഒരു എൻട്രി ലെവൽ IIT ഇവർ കൊടുക്കുന്ന മാസം സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് 2 ലക്ഷം രൂപയാണ് മാസം. 24 ലക്ഷം രൂപ ഒരു വർഷം ശമ്പളം. പിന്നെ അത് ഇന്റർനാഷണൽ പ്രൈവറ്റ് കമ്പനികളിലേക്ക് പോയി കഴിഞ്ഞാൽ 1 കോടി രൂപ ഒരു വർഷത്തെ ശമ്പളം ഏറ്റവും കുറഞ്ഞത് ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം എയർ ചീഫ് മാർഷൽ AP സിംഗ് പറഞ്ഞ് വളരെ കൃത്യമാണ്. നമ്മൾ ഇൻസെന്റിവൈസ് ചെയ്യണം, നല്ല പാക്കേജ് കൊടുക്കണം, എന്നാലേ നല്ല ബ്രെയിൻസിനെ നമുക്ക് കിട്ടുള്ളൂ. അത് ഒരു വശം. രണ്ടാമത്തത്, നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിനെ ഇത്രയധികം നമ്മൾ കുറ്റം പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേ പബ്ലിക് സെക്ടർ അല്ലേ നമുക്ക് അഗ്നി ഉണ്ടാക്കി തന്നത്? ലോകത്തിലെ ഏറ്റവും നല്ല സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ആയിട്ടുള്ള ബ്രഹ്മോസ് മിസൈൽ ഇന്ന് നമുക്ക് ഉണ്ടാക്കി തന്ന ഇവരല്ലേ? ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ആന്റി റേഡിയേഷൻ മിസൈൽ, ഇപ്പൊ അവരുടെ റഡാർ സിസ്റ്റം മുഴുവൻ നമ്മൾ അടിച്ചു തകർത്തത് രുദ്രം ആന്റി റേഡിയേഷൻ എയർ ടു ഗ്രൗണ്ട് മിസൈൽ ഉപയോഗിച്ചിട്ടാണ്. ഇത് ലോകത്തിലെ ഏറ്റവും നല്ല ആന്റി റേഡിയേഷൻ മിസൈലുകളിൽ ഒന്നാണ്. അത് നമ്മുടെ ISRO സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഫ്രാൻസ് പോലും ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല MBRL എന്ന് പറയുന്നത് ചെറിയ തർക്കമുണ്ട്. പിന്നെ അമേരിക്കയുടെ ഹൈമാറാണോ ഇന്ത്യയുടെ പിനാക്കയാണോ ഏറ്റവും നല്ലതെന്നൊരു ചെറിയ തർക്കം പല മേഖലയിലും നടക്കുന്നുണ്ടെങ്കിലും നമ്പർ 1 എന്ന് നമുക്ക് പല കാരണം കൊണ്ട് പറയാൻ കൊള്ളുന്ന പിനാക്ക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സുഖോയ് 30ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പിന്നെ വിരൂപാക്ഷ റഡാർ, അതായത് ഗാലിയം നൈട്രേറ്റ് ടെക്നോളജി ഉള്ള റഡാർ ഇന്ന് റഷ്യക്ക് പോലും ഇല്ല, നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹൈപ്പർസോണിക് മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം, ആകാശ എയർ ഡിഫൻസ് സിസ്റ്റം, ഡയറക്റ്റഡ് എനർജി വെപ്പൺ, നമ്മൾ ഏത് മേഖലയിലാണ് കുതിക്കാത്തത്? ഇത്രയും കുതിപ്പ് നടത്തുമ്പോൾ നമ്മൾ ഈ വിമാനത്തിന്റെ കാര്യത്തിൽ മാത്രം പിന്നിലാണ്. അതൊരു വസ്തുതയാണ്. ഒരു എയർഫോഴ്സിന്റെ ചീഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കൺസേൺ ആണ് വിമാനങ്ങളുടെ കാലതാമസം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. നമുക്ക് തീർച്ചയായിട്ടും വേണം താനും. വളരെയധികം ഇൻഫർമേറ്റീവായ കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ഇടവേള അനിവാര്യമാണ്. ശ്രീ കേണൻ ഡിന്നി, ഒരുപക്ഷെ ഈ സൂചിപ്പിച്ചതുപോലെ AP സിംഗിന്റെ ആവശ്യങ്ങളോട് എത്രത്തോളം ഭരണകൂടം വില കൽപ്പിക്കുന്നുണ്ട് എന്നതാണ് ഞാൻ താങ്കളിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇടവേള. കേണൻ ഡിന്നി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ് ഞാൻ ആവർത്തിക്കുന്നില്ല, സമയപരിമിതി കൊണ്ടാണ്. ഒരു പക്ഷേ സേനയ്ക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളിലെയൊക്കെ വേണ്ടിവരുന്ന മാറ്റം, വേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ആ വിഭാഗത്തിൽ നിന്ന് തന്നെ ശബ്ദമുയർന്നു വരുമ്പോൾ അതിനെ എത്രത്തോളം അഡ്രസ്സ് ചെയ്യാനുള്ള സാധ്യതയാണ് താങ്കൾ കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ അഭിലാഷ്, എയർ ചീഫ് മാർഷൽ AP സിംഗ് പറഞ്ഞത് നമ്മൾ ഇന്നത്തെ ഗവൺമെന്റിന്റെ തന്നെ വോയിസ് ആണത്. അതായത് ധാരാളം, അതായത് മിനിമം ഗവൺമെന്റ് ഇന്റർഫിയറൻസ് വേണം എന്നുള്ള ഒരു സ്റ്റേറ്റഡ് പോളിസിയാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ. കാരണം അത് എഫിഷ്യൻസി കൂട്ടണം എന്നുള്ള ഒരു സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ധൈര്യമായിട്ട് തന്നെ രക്ഷാമന്ത്രി ഇരിക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത്. കാരണം ഇത് ഗവൺമെന്റിന്റെ തന്നെ പോളിസിയാണ്. പ്രൈവറ്റ് സെക്ടർ, പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്ന്. ഞാൻ 2-3 ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാനത് നിർത്താം. കാരണം നമ്മൾ എങ്ങനെയാണ് ഈ തിങ്കിങ് മാറിയെന്ന് നോക്കൂ. നമ്മൾ നേരത്തെ ഈ ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് ഉണ്ടായിരുന്നു, OFB. അപ്പൊ അതിനകത്ത് ധാരാളം ഓർഡിനൻസ് ഫാക്ടറീസ്, 41ഓളം ഓർഡിനൻസ് ഫാക്ടറീസ് ഇന്ത്യയിലെ പല ഭാഗത്തുണ്ടായിരുന്നു. അപ്പൊ ആ ഓർഡിനൻസ് ഫാക്ടറീസിൽ ഒരെണ്ണം, അതിന്റെ ഒരു പാർട്ട് കൽക്കട്ടയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ മറ്റേ പാർട്ട് ചിലപ്പം ആവടിയിൽ, ചെന്നൈയിലായിരിക്കും. അതിനെ ജോയിൻ ചെയ്യണമെങ്കിൽ നേരെ രാജസ്ഥാനിലോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ എല്ലാ ഭാരതത്തിലും മൊത്തം കിടന്നാണ്. അതിന് നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നിട്ട് ആ ഓർഡിനൻസ് ഫാക്ടറി ബോർഡിനെ ഇല്ലാതാക്കുകയും അതിനെ 7 കമ്പനി ലെവലിലേക്ക് ആക്കി അതിനെ അവർക്ക് കോമ്പറ്റേറ്റീവ് ആക്കി മാറ്റി. അപ്പൊ 7 രീതിയിലേക്ക് മാറ്റി. അപ്പൊ അതെന്ത് പറ്റി? എഫിഷ്യൻസി വന്നു, അക്കൗണ്ടബിലിറ്റി വന്നു. അപ്പോൾ ഞാൻ ഒരു ഒറ്റ ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. അപ്പൊ അതേപോലെ തന്നെ ധാരാളം ഇൻസെന്റീവ്, നേരത്തെ പറഞ്ഞ പോലെ എയർ ചീഫ് മാർഷൽ പറഞ്ഞ പോലെ നമ്മൾ ധാരാളം ഇൻസെന്റീവ് കൊടുക്കാൻ തുടങ്ങി. ഇപ്പം നമുക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം 16 ഡിഫൻസ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഉണ്ട് ഇപ്പം. അതിനകത്ത് തന്നെ പിന്നെ അതുപോലെ തന്നെ 430 ലൈസൻസ് കമ്പനീസ് ഉണ്ട്. 16,000-ഓളം MSMEs ഉണ്ട് ഈ ഡിഫൻസ് റിലേറ്റഡ്. അപ്പൊ ഇവർക്കൊക്കെ
പ്രത്യേകിച്ച് PSUs-ന് അവർക്ക് നമ്മൾ ഈ ഗവൺമെന്റ് ചെയ്യുന്ന വെച്ചാൽ അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് ഓരോ അവാർഡ് കൊടുത്തിട്ട് അവർക്ക് ഓട്ടോണോമസി കൊടുക്കുക. അതായത് നിങ്ങൾ ഒരു 3 വർഷം പ്രവർത്തിച്ചു, ഇപ്പൊ ധാരാളം എനിക്കൊന്ന് 3 മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ്, ആർമേർഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡ്, ഇന്ത്യ ഓപ്റ്റൽ ലിമിറ്റഡ് എന്ന് പറയുന്ന 3 ഇപ്പം മിനി രത്ന എന്നുള്ളൊരു അവാർഡുകൾ, അതായത് അവർ 3 വർഷം കൊണ്ട് പ്രോഫിറ്റിലേക്ക് മാറി. അപ്പൊ ഇത് വരുമ്പോൾ എന്തെന്ന് വെച്ചാൽ നഷ്ടത്തിൽ കിടന്ന ഒരു പബ്ലിക് സെക്ടർ യൂണിറ്റ് പ്രോഫിറ്റ് മേക്കിംഗിലേക്ക് മാറുമ്പം അവർക്ക് ധാരാളം പിന്നെയും ഫണ്ടിങ്ങും അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാന്നുള്ള രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമവും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻസെന്റീവ്, ആ ഇൻസെന്റീവ് ഇപ്പം പബ്ലിക് സെക്ടറിന് കിട്ടുന്നുണ്ട്. ഇപ്പോഴും 21% മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് സെക്ടർ ഈ ഒരു ഡിഫൻസ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവിടാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ R&Dക്ക് വേണ്ടി, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ കണ്ടെത്തണ്ടേ. നേരത്തെ മിസൈൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇവിടെ ധാരാളം സയന്റിസ്റ്റ് അതിനുവേണ്ടി പ്രയത്നിച്ച് അവരെ എക്സ്പെരിമെന്റ് ചെയ്ത് ഫെയിൽ ചെയ്ത് വീണ്ടും എക്സ്പെരിമെന്റ് ചെയ്ത് വീണ്ടും ഫെയിൽ ചെയ്ത് അങ്ങനെ ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പം വെറും 4% മാത്രമേ ഉള്ളൂ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അതിനകത്തേക്ക് കൂടുതൽ ഫണ്ട് വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പെൻഷൻ ആൻഡ് മറ്റു കാര്യങ്ങളിലേക്ക് കുറയ്ക്കാനുള്ള ഒരു ശ്രമങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും നമ്മൾ ഇപ്പൊ ഈ ഒരു 10 വർഷത്തിന്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 10 വർഷത്തിനകത്ത് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ AK ആന്റണി. AK ആന്റണി ആയിരുന്നു, അദ്ദേഹമായിരുന്നു നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ. പക്ഷെ അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അന്ന് ധാരാളം കറപ്ഷൻ നടക്കുന്ന ഒരു ടൈം ആയിരുന്നു. ആ ധാരാളം കറപ്ഷൻ നടക്കുന്ന ജനറൽ VK സിംഗ് പോലുള്ള ആർമി ചീഫ് ചെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് പറഞ്ഞതാ എന്നെ ഇങ്ങനെ ആളുകൾ സ്വാധീനിക്കാൻ വരുന്നു. അപ്പം ശ്രീ AK ആന്റണി തലയിൽ കൈവച്ചുകൊണ്ടിരിക്കും ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറ്റുന്ന വെച്ചാൽ അദ്ദേഹം ഒരു ഡിസിഷനും എടുക്കാതെ നിന്നു. അതായത് ഞാൻ എന്തായാലും എന്റെ കൈ കൊണ്ട് ഒരൊറ്റ തെറ്റ് പറ്റത്തില്ല എന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹം ഒരു ഡിസിഷൻ എടുത്തില്ല. ആ ഡിസിഷൻ എടുക്കാത്തതുകൊണ്ട് നമുക്കൊരു 10 വർഷം അവിടെ ഡിഫൻസ് റിലേറ്റഡ് ഉള്ള കാര്യത്തിന് നമുക്ക് പിന്നോട്ട് പോയി. അവിടാണ് ശ്രീ നരേന്ദ്രമോദി ഈ റഫാൽ യുദ്ധവിമാനത്തിന് സ്വന്തം പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഓൺ ലൈൻ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞ ഫ്രഞ്ച് ഗവൺമെന്റുമായിട്ട് 2 സ്ക്വാഡനെങ്കിലും നമ്മൾ ചെയ്തു. ഇന്നിപ്പോ ആ റഫാൽ ഇല്ലായിരുന്നെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ ഈ എന്താ പറഞ്ഞ പൊളിറ്റിക്കൽ ഇച്ഛാശക്തി എപ്പോ വേണമെങ്കിലും മാറാം. പക്ഷെ കാപ്പബിലിറ്റി എന്ന് പറയുന്നത്, മിലിറ്ററി കാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് വളരെ സമയമെടുത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ എയർ ചീഫ് മാർഷൽ AP സിംഗ് പറഞ്ഞത് ഗവൺമെന്റിന്റെ തന്നെ എന്താ പറഞ്ഞ സപ്പോർട്ടോട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഞാൻ. റൈറ്റ്. എന്തായാലും താങ്കൾ പറഞ്ഞതൊരു തർക്ക വിഷയമാണ്. പക്ഷേ ആ തർക്ക വിഷയത്തിലേക്ക് ശ്രീ സേനാപതി വേണു ദയവായി ക്ഷമിക്കുക, എനിക്ക് പോകാൻ സമയമില്ല എന്നതുകൊണ്ടാണ്. പക്ഷേ സേനാപതി വേണു തന്നെ പറഞ്ഞ വാചകത്തോടെ തന്നെയാണ് നമുക്ക് അവസാനിപ്പിക്കേണ്ടത്. കാരണം എത്ര മനോഹരമായ വീടാണ് എങ്കിലും അതിൻ്റെ പൂട്ട് സുരക്ഷിതമാവുക. അതുപോലെ തന്നെയാണ് നമ്മൾ ശാന്തിയോടെ സമാധാനത്തോടെ കഴിയുന്ന രാജ്യമാണ്. അതിന് പ്രധാന കാരണമെന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൂട്ട് നമ്മുടെ സൈനികരിൽ സുരക്ഷിതമാണ് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ സേനയെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, നവീകരിക്കേണ്ടതുണ്ട്. അത്തരം ആവശ്യങ്ങൾ കൂടി സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുമുണ്ട്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.